നമ്മൾ പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. ആദ്യം അരി കുക്കറിലിട്ട് വേകാൻ വെച്ചു. അതിനുശേഷം മീൻ വെട്ടി കഴുകി വൃത്തിയാക്കിയ ശേഷം വറക്കാൻ വേണ്ടി മാറ്റി വെച്ചു. മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. അതിനുശേഷം കാശ്മീരി ഇച്ചിരി ഇട്ടു, കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് കുഴച്ച്. അതിനുശേഷം ഇത്തിരി കറിവേപ്പില ഇട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ച്. അതിനുശേഷം നമുക്ക് മീൻ കറി വെക്കാം. എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഉലുവ പൊട്ടിച്ച് കടുകിട്ട് അതിനുശേഷം ഉള്ളി അരിഞ്ഞത് ഇട്ട് പച്ചമുളക് ഇട്ടു. ശേഷം കറിവേപ്പില ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നന്നായിട്ട് വഴറ്റി നന്നായിട്ട് പച്ചമണം മാറിയ ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. ശേഷം മഞ്ഞൾപ്പൊടി പിഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കുക. കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതവിടെ നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉപ്പിട്ട ശേഷം നമ്മൾ ചമ്മന്തിക്കുള്ള കൂട്ടാണ്. ചമ്മന്തി അരച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇവിടെ തിളച്ചിട്ട് പുളി ഇട്ട് കൊടുക്കുക. ഒപ്പം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പുളിമീനാണ് ഇട്ട് മൂടി വെക്കുക. അപ്പുറത്തടുപ്പിനകത്ത് വറക്കുക. ഓരോ കഷ്ണങ്ങളെല്ലാം എടുത്ത് നന്നായിട്ട് വറുത്ത് എന്നിട്ട് മറിച്ചിടുക. മൂത്ത ശേഷം നമുക്ക് മറിച്ചിടുക. കറിവേപ്പില ഇട്ടുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മറിച്ചിടാൻ പറ്റും. അങ്ങനെ ഓരോ കഷ്ണം മറിച്ചിട്ട ശേഷം അപ്പുറത്തടുപ്പിൽ മീൻകറി വെന്തു. മീൻകറിയുടെ കറി ശരിയായ ശേഷം നമുക്ക് മുട്ട പൊട്ടിച്ചിടുക. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും അരിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് വെയിറ്റ് ചെയ്ത ശേഷം പാൻ അടുപ്പത്ത് വയ്ക്കുക. എണ്ണ ഒഴിച്ച് കൊടുക്കുക. മൂത്ത ശേഷം നമുക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക. മുട്ട ഒന്ന് വെന്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട ശേഷം ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി. അതിൻ്റെ അടുത്തില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് ചോറ് ഇല വാട്ടിയെടുത്ത് നന്നായിട്ട് ചോറ് ഇട്ട് കൊടുക്കുക. ചോറ് നന്നായിട്ടിട്ട ശേഷം നമുക്ക് ചമ്മന്തി, വെള്ളച്ചമ്മന്തി ഇട്ട് കൊടുക്കുക. മീൻ വറുത്ത ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അച്ചാർ, നാരങ്ങ അച്ചാർ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മെഴുക്കിട്ട് വെച്ച ശേഷം വറുത്ത മുട്ട വെച്ച് കൊടുക്കുക. അതിന് ശേഷം മീൻകറി 1 കഷ്ണം മീനിട്ട് കൊടുത്ത് കുറച്ച് ചാറ് കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മടക്കുക. ഇതൊക്കെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനെടുക്കാം. കുറച്ച് ചമ്മന്തിയും കുറച്ച് മീനും മുട്ടയും മെഴുക്ക് പുരട്ടിയും കൂടെ കൂടി കഴിക്കാം.